ഹായ് ഓൾ, എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് 4th ഡേ ചലഞ്ച് ഇട്ടിട്ടില്ലായിരുന്നു. ഇത് 3rd ഡേ ചലഞ്ചിൻ്റെ എക്സ്റ്റൻഷൻ വീഡിയോ ആണ്. നമ്മുടെ 3rd ഡേ ചലഞ്ചിൽ പ്രേയേഴ്സ് ആയിരുന്നു. പ്രേയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കറണ്ട് സിനാരിയോസ് വെച്ചിട്ട് പ്രേയേഴ്സ് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ എനിക്ക് നമ്മുടെ ഈ 5-5 പോർട്ടലിൻ്റെ കുറച്ചൊരു നെഗറ്റീവ് എനർജി ഇമ്പാക്ട്സ് ഇന്നലെയും ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു മനസ്സിനൊരു പിടയൽ പോലെ, ഒരു മനസ്സ് പിടയ്ക്കുന്ന പോലെ ഒരു തോന്നി. അതിൻ്റെ കൂടെ യുദ്ധം കണ്ടപ്പോൾ കുറച്ചുകൂടെ ഞാനൊരു പാനിക് പോലെ ആവുമായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മളൊരു നെഗറ്റീവ് എനർജിയിൽ നിന്നതുകൊണ്ട് എനിക്ക് ആ ഒരു നെഗറ്റീവ് എനർജി പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെട്ടു. ഞാൻ കുറച്ചുകൂടെ ഡൗണായി. നിങ്ങളങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ എനർജി ആദ്യം ഒന്ന് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. ഒരിടത്തിരുന്ന് നിങ്ങൾ ഒന്ന് സമാധാനത്തിലേക്ക് വരണം. ഇതിലെല്ലാത്തിൽ നിന്ന് വിട്ട് നിങ്ങളൊന്നൊരു ശാന്തി സമാധാനത്തിലേക്ക് വരണം. എന്നിട്ട് നിങ്ങളുടെ ചക്രാസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. ഓറ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കണം. ഡെയിലി ചെയ്യണം. ഓക്കെ, രാവിലെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ 12 മണിയാകാൻ പോകുന്നു, എന്നാലും സാരമില്ല, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയൊരടിക്ക് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം? ഒരു പ്രതിരോധം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇപ്പോൾ ഒരടി കിട്ടുമ്പോൾ തിരിച്ച് പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ സോൾജേഴ്സ് ആയാലും നമ്മുടെ ഭരണകൂടമായാലും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള സോൾജേഴ്സിനായാലും ഭരണകൂടത്തിലുള്ള വ്യക്തികൾക്കായാലും നമ്മുടെ രാജ്യത്തിലുള്ള ജനതയ്ക്കായാലും അയൽ രാജ്യത്തിലെ ജനതയ്ക്കായാലും ഒരു പാനിക് എനർജി വരാൻ സാധ്യതയുണ്ടെന്നല്ല, വരും. എല്ലാവരും പാനിക്കാവും. അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു ടെൻഷനും ആത്മാവിനെ പോലും അത് ബാധിക്കും. അപ്പോൾ ഒരു ഫിസിക്കൽ വേൾഡിലൊരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ നമ്മുടെ സോൾജേഴ്സ് ഉണ്ട്. അവരാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. അവരുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ സമാധാനമായിട്ട്, നമ്മൾക്ക് ഇപ്പോൾ വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ ആത്മീയമായിട്ടുള്ള മാനസികമായിട്ടുള്ള തലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വേലിയിറക്കം, അതിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി വാരിയേഴ്സാണ് നമ്മൾ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ എനർജി നമ്മൾ പ്യുവർ ആൻഡ് ക്ലീൻ ആൻഡ് പോസിറ്റീവ് ആക്കി വെക്കണം. ഓക്കെ, അത് പ്യുവറാക്കി വെക്കാനായിട്ട് ആദ്യം നമ്മളധികം നെഗറ്റീവ്സ് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. നമ്മളൊരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിൻ്റേതായ ഒരു ലിമിറ്റിൽ നിർത്തുക. കൂടുതൽ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളെപ്പോഴും അതിലേക്ക് ഇരിക്കാതിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അതുപോലെ ഈ ആവശ്യമില്ലാത്ത കമ്മ്യൂണിക്കേഷൻസ് ഒഴിവാക്കുക. നിങ്ങളുടെ എനർജി നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇതുപോലെ നമുക്കൊരു ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ ചുറ്റിലുമുള്ളവരെ, അവരുടെ മാനസിക ആത്മീയ തലങ്ങളെ സ്റ്റെബിലിറ്റിയിൽ നിർത്തേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അവർക്കൊരു പീസ്ഫുൾ എനർജി സെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് ഈസ് ഡിവൈൻ നമുക്ക് തന്നിട്ടുള്ളൊരു എബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഒരു എനർജി കൺസേർവ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് നമുക്കൊരു പ്രാക്ടിക്കാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മുടെ ചുറ്റിലുമുള്ള എനർജീസ് എല്ലാം ഒന്ന് സേവ് ചെയ്യുക. അതായത് അനാവശ്യമായ ഒരു എനർജിയും വേസ്റ്റ് ആക്കരുത്. വെള്ളം, കറണ്ട്, ആഹാരം, പണം, ഇതെല്ലാം നമുക്ക്
ഡിവൈൻ തന്നിട്ടുള്ള വിഭവങ്ങളാണ്, ഈ എർത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വിഭവങ്ങളാണ്. അവയെല്ലാം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ച് വയ്ക്കാനും ബാധ്യസ്ഥരാണ് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുള്ള എല്ലാ എനർജീസും, നമ്മുടെ ഫുഡായാലും ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്യുക, ആവശ്യത്തിന് എടുക്കുക, ആവശ്യത്തിന് കഴിക്കുക, വേസ്റ്റാക്കാണ്ടിരിക്കുക. ഓക്കെ, ആവശ്യത്തിന് കഴിക്കുക എന്നല്ല, എടുക്കുന്ന ഫുഡ് അത് പൂർണ്ണമായിട്ടും കഴിക്കുക. അതുപോലെ വെള്ളമായാലും വെറുതെ പാഴാക്കാതിരിക്കുക. കറണ്ടായാലും അതെ, കറണ്ട് ഇപ്പോൾ ഒരു നേച്ചറിൻ്റെ ഏതെങ്കിലും ഒരു വിഭവത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കറണ്ട്. ഓക്കെ, എല്ലാം പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ എനർജി കൺസർവ് ചെയ്ത് ശീലിക്കുക. നമ്മുടെ പുറമേ ഉള്ള ലോകത്ത് നമ്മൾ ആ എനർജി കൺസർവ് ചെയ്ത് ശീലിക്കുമ്പോൾ നമ്മൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നമ്മൾ പാഴാക്കാതിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നു എന്നർത്ഥം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള എനർജീസിനെയും നമുക്ക് കൺസർവ് ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി കൂടും. ഓക്കെ, എനർജീസ് കൺസർവ് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും നിങ്ങളുടേതായ ഒരു പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സോൾ പർപ്പസിന് വേണ്ടിയിട്ടും, നമ്മുടെ സോൾ പർപ്പസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എർത്തിനെ ഹീൽ ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ ഹീൽ ചെയ്യുക എന്നുള്ളത്. നമുക്കൊരു ഇപ്പോൾ കേൾക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ജന്മജന്മാന്തരങ്ങളിലുള്ള കാര്യങ്ങൾ പോലും, ട്രോമാസ് പോലും നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻസെസ്ട്രൽ ഹീലിംഗ് ചെയ്യുന്നില്ലേ, ഇല്ലേ? മദർഹുഡ് ഹീൽ ചെയ്യുന്നില്ലേ, ഫാദർഹുഡ് ഹീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ ഇത്രയും ജന്മജന്മാന്തരങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് കൈമാറി വന്നിട്ടുള്ള കാര്യങ്ങൾ പോലും DNA ഹീല് ഇല്ലേ, അതുപോലും നമുക്ക് ഹീൽ ചെയ്ത് അതിൻ്റെ ട്രോമാസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും കേഴ്സസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാലഘട്ടങ്ങൾക്ക് മുൻപേ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ജന്മങ്ങളിൽ ജനിച്ചപ്പോൾ നമ്മൾ ചെയ്ത കർമ്മകൾ പോലും നമ്മളവിടെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് എനർജറ്റിക്കലി ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. നമ്മുടെ എനർജി അത്രയും പ്യുവർ, ക്ലീൻ ആൻഡ് പോസിറ്റീവ് ആയിരിക്കണം. ഒരിക്കലും ഡിസ്റ്റോർട്ടഡ് ആയിട്ടിരുന്നിട്ട് എനർജി സെൻഡ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യത്തേ ഉള്ളൂ. അങ്ങോട്ടേക്കും കൊടുക്കും, ഇങ്ങോട്ടേക്കും കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി എന്ന് പറയുന്നത് പവർഫുള്ളാണ്. ഇപ്പോൾ നമ്മുടെ ഈ ജേണിയിൽ, ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഇല്ലാത്ത ഒരാൾക്കും എനർജി സെൻഡ് ചെയ്യാൻ സാധിക്കും. ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് സാധിക്കും തീർച്ചയായിട്ടും. നമ്മുടെ കുറച്ചുകൂടി നമ്മൾ ഇൻറ്റ്യൂട്ടീവ്ലി ഗൈഡഡ് ആയതുകൊണ്ട്, ഡിവൈൻലി ഗൈഡഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി പവർഫുള്ളാണ്. നമ്മുടെ എനർജിയെ നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത് പറയാൻ കാര്യം, ഇപ്പോൾ ഒരു യുദ്ധമുണ്ടാവുകയാണ്. ഇപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ പ്രഹരിക്കുമ്പോൾ തിരിച്ച് പ്രതിരോധിക്കേണ്ടതും ഇനി നിങ്ങൾ പ്രഹരിക്കരുത് എന്ന് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പ്രഹരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ തോത് കൂടി വന്നുകൊണ്ടേയിരിക്കും. ഇതിനൊരു അവസാനം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനാണ് സമാധാന സന്ധികളും, സമാധാനിപ്പിക്കാൻ, അവിടെ ഒരു സമാധാനം കൊണ്ടുവരാൻ അവിടെ അതിനിടയ്ക്ക് ഇടനിലക്കാർ വേണം. ഓക്കെ, അങ്ങനെ ഒരു ഇതും കൂടി വരുമ്പോൾ മാത്രമേ അതവിടെ സമാധാനപരമായ രീതിയിൽ അത് പരിഹരിക്കപ്പെട്ട് നമുക്ക് മുന്നോട്ട് ഒരു നല്ലൊരു ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ എനർജറ്റിക്കലി നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, സാധിക്കുമെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ അങ്ങോട്ടേക്കാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ തിരിച്ച് നല്ല അറ്റാക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വളരെ ഹാംഫുള്ളായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വീണ്ടും ഇന്നലത്തെക്കാളും തിരിച്ച് അങ്ങോട്ടേക്കുള്ള പ്രഹരത്തിൻ്റെ ശക്തി കൂടും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേയേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്.
നമ്മുടെ മെഡിറ്റേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ മെഡിറ്റേറ്റ് ചെയ്ത് കിട്ടുന്ന എനർജീസിനെ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിൽ നമുക്ക് ആ എനർജി ഈ യൂണിവേഴ്സിനെ മുഴുവനും സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആ പ്രശ്നം നടക്കുന്ന മേഖല നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്പെസിഫിക്കായിട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എത്രത്തോളം വേണമെങ്കിലും നമ്മുടെ എനർജി സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രശ്നബാധിത മേഖലയിൽ കൂടുതലായിട്ട് ആ എനർജി സ്പ്രെഡ് ചെയ്യുക. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഈ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജവാന്മാർക്ക്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റു ജീവനക്കാർക്ക്, ഭരണകൂടത്തിലുള്ളവർക്ക്, അവിടെ അധിവസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഇവർക്കെല്ലാവർക്കും ശക്തി പകരണേ എന്നും ഈ യുദ്ധം ഒരു സമാധാനത്തിൻ്റെതായ രീതിയിൽ പരിഹരിക്കപ്പെടണേ എന്നും മറുവശത്തു നിന്നുള്ള ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെതുമായ ചിന്തകൾ അവ മാറി അവിടെ ഒരു നല്ല ഒരു ചിന്ത കൊണ്ടുവരാൻ അവർക്ക് സാധിക്കട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അത് ഒരു പരിഹാരം കണ്ടെത്തുന്നത് വരെയും നമ്മുടെ പ്രേയേഴ്സിൽ ഇതുണ്ടായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, എനർജി കൺസർവേഷൻ, നിങ്ങളത് ഇന്ന് ഈ ഒരു യുദ്ധത്തിൻ്റെ പരിതസ്ഥിതിയിൽ മാത്രമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. നമ്മുടെ സോൾജേഴ്സ് അങ്ങനെയല്ലേ, അവരെപ്പോഴും അലേർട്ടാണ്. അവർക്ക് എപ്പോഴാണ് ഒരു കാര്യം ചെയ്യേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മളും അലേർട്ടായിരിക്കുക. അവരവരുടെ ബോഡി ഇത്രത്തോളം ഫിറ്റ്നസ്സായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടേതായ എനർജീസ് അതുപോലെ സൂക്ഷിക്കുക. എപ്പോഴാണോ ഒരാവശ്യം വരുന്നത് അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. എന്നും നല്ല മെഡിറ്റേഷൻ ചെയ്ത് നല്ല എനർജീസ് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആകേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. എന്നിൽ നിന്നൊരു സഹായം ആവശ്യമാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഡയറക്റ്റ് റീഡിങ് ആവശ്യമാണെങ്കിൽ, ഒരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ, ഒരു കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഞാൻ കൊടുത്തേക്കാം, പെയ്ഡാണ്. അങ്ങനെയുള്ള സേവനങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ വഴി കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഓക്കെ, എല്ലാവരും പ്രേയേഴ്സ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എബിലിറ്റീസിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. ഓക്കെ, വി ആർ ദി എനർജി വാരിയേഴ്സ്. ഓക്കെ, നമ്മൾ പ്രേ ചെയ്യുന്ന സമയത്ത് ചൊല്ലാനായിട്ട് ഒരു ശാന്തി മന്ത്രവും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ തൊട്ടടുത്തതായിട്ടിടാം. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ചാൻറ്റ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്കൊന്ന് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട്, ഒരു ശാന്തി കൊണ്ടുവരാനായിട്ട്, ശാന്തിയും സമാധാനവും കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു മന്ത്രമാണ്. നിങ്ങളെയും പേഴ്സണലി ഹെൽപ്പ് ചെയ്യും, നമ്മൾ എനർജി സെൻഡ് ചെയ്യുന്നതിലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ എനർജീസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറി ഒന്നൊരു ശാന്തിയായിട്ട് സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.